രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ പോകുന്നതിന്റെ അഭിമാനത്തിലാണ് എറണാകുളം. എന്താണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഹൃദയം വഹിച്ചുകൊണ്ട് എയർ ആംബുലൻസ് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്നും ആംബുലൻസ് മുഖാന്തരം ഹൃദയം ഉടൻ തന്നെ എയർ ആംബുലൻസിലേക്ക് എത്തിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. PR പ്രവീണയുണ്ട് അവിടെ നിന്ന്. പ്രവീണ, എന്താണ് സാഹചര്യം? ശസ്ത്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ? അവയവങ്ങളെല്ലാം തന്നെ മാറ്റിക്കഴിഞ്ഞു. മസ്തിഷ്ക മരണം സംഭവിച്ച 14-ാം തീയതി അപകടം പറ്റിയ മെഡിക്കൽ കോളേജിൽ എത്തി വെന്റിലേറ്ററിലായിരുന്ന ഷിബുവിന്റെ മസ്തിഷ്ക മരണം ഇന്നലെ രാത്രിയോടെയാണ് സ്ഥിരീകരിച്ചത്. തുടർന്നാണ് അവയവങ്ങൾ മാറ്റാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഹൃദയവും അതുപോലെ തന്നെ എല്ലാ അവയവങ്ങളും, കരളും 2 വൃക്കകളും നേത്രപടലങ്ങളും ചർമ്മവും അടക്കം എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് വഹിച്ചുകൊണ്ടുള്ള കാറാണ് ഇപ്പോൾ അതിവേഗത്തിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോയത്. അവിടെ നിന്നാണ് എയർ ആംബുലൻസ് പുറപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പുറത്തു വരുന്നത് അല്പസമയത്തിനകം തന്നെ ഷിബുവിന്റെ എയർ ആംബുലൻസിലേക്ക് ഇപ്പോൾ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആ ബോക്സ് അത് കൈമാറുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ വാഹനത്തിൽ നിന്നും ഹൃദയം ഉൾപ്പെടുന്ന അത് എയർ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉടൻ തന്നെ എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെടും. എറണാകുളത്തേക്ക് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇതാണെങ്കിലും ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. അവയവങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടന്നിരിക്കുന്നു. ഇപ്പോൾ ഹൃദയം മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ആ എയർ ആംബുലൻസിൽ ഹൃദയം ഉണ്ട്. അവിടെ നിന്ന് മീര മനോഹരനുണ്ട്. മീര, ഹൃദയം എയർ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു അല്ലേ? ഉടൻ തന്നെ ആംബുലൻസ് പുറപ്പെടുകയല്ലേ? സംഗീത, അത് തന്നെയാണ്. ഉടൻ തന്നെ ആംബുലൻസ് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയതിനാൽ തന്നെ ഈ സർജറി കഴിഞ്ഞ ഉടനെ എല്ലാം ഇവിടെ എത്തി, അവയവങ്ങൾ ഉൾപ്പെടെ മെഡിക്കൽ സംഘം ഇവിടെ എത്തി എയർ ആംബുലൻസിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. 10 മണിക്ക് തുടങ്ങിയ സർജറിയാണ് ഇപ്പോൾ 2 മണിയായിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട സർജറിയാണ്. 4 മണിക്കൂറിനുള്ളിലാണ് ഇനി ഇത് മറ്റൊരു ശരീരത്തിലേക്ക് അവയവം വെച്ച് പിടിപ്പിക്കേണ്ടത്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഇവിടുന്ന് നീങ്ങാനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ മെഡിക്കൽ സംഘം ഈ എയർ ആംബുലൻസിലേക്ക് കയറി കഴിഞ്ഞു. അവിടെ പരിസരത്തുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മാറിപ്പോവുകയാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഈ എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് തിരിക്കുമെന്നുള്ളത്. തിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 20 മിനിറ്റ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ കൊച്ചിയിലെ ഹയാത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാവുകയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഇത് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ്. സ്കിൻ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കേരളത്തിൽ ആദ്യമായി മാറ്റിവെക്കാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്. എന്തായാലും നിലവിൽ ഉടൻ തന്നെ ഈ എയർ ആംബുലൻസ് പുറപ്പെടാനുള്ള ഘട്ടങ്ങളിലേക്ക് കടങ്ങിക്കഴിഞ്ഞു. ഉടൻ തന്നെ ഈ എയർ ആംബുലൻസ് ഇവിടെ നിന്ന് നീങ്ങും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10 മണിക്ക് തുടങ്ങിയ ശസ്ത്രക്രിയയാണ് 2 മണി ഇത്രയും മണിക്കൂറുകൾ നീണ്ടു. അതിനുശേഷം ഇനിയിപ്പോൾ 20 മിനിറ്റ്, മാക്സിമം അങ്ങേയറ്റം പോയാൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കൊച്ചിയിലേക്ക് എത്തിച്ചേരും. നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മറ്റ് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ എല്ലാവിധ